കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർമാനും അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറുമായ വിഷ്ണു അറക്കലിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെന്റ് ജോൺസ് കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കോളേജ് കവാടത്തിൽ പോലീസ് തടഞ്ഞു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം നേരത്തെ തന്നെ കോളേജിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. പോലീസ് കോളേജ് കവാടത്തിൽ സമരക്കാരെ തടഞ്ഞതോടെ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി. തുടർന്ന് എസ്എഫ്ഐ നേതാക്കളും സിപിഐഎം പ്രവർത്തകരും ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. തുടർന്ന് സമരക്കാർ കോളേജ് കവാടത്തിൽ കുത്തിയിരുന്നു. ധർണ എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ടാണ് വിഷ്ണു ഉൾപ്പെടെ ആളുകളെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. ഇവിടെ വിഷ്ണുവിനെതിരെ ആരോപിച്ച കുറ്റം എന്താ? തന്തയില്ലാത്തവർ എന്ന് വിളിച്ചു. തന്തയില്ലാത്തരം കാണിച്ചാൽ തന്തയില്ലാത്തരം എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് അതിനപ്പുറത്തേക്ക് രീതിയിലേക്കൊന്നും ഈ സ്കൂളിനകത്ത് ഈ നിലപാട് സ്വീകരിച്ച് ഇവിടുത്തെ മാനേജ്മെന്റ് പോയോ ഇത്തരത്തിലെ തെറ്റായ നീക്കം നടത്തുകയാണ്. വിദ്യാർത്ഥികളുടെ ജനാധിപത്യ അവകാശത്തെ പരിപൂർണമായിട്ട് അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള നീക്കം സ്വീകരിക്കുകയാണ്. ആ നീക്കത്തിനെതിരായിട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളാണ് കോളേജിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 5 ആളുകളെയാണ് ആദ്യഘട്ടത്തിൽ പുറത്താക്കിയത്. 5 ആളുകളിൽ 3 ആളുകൾ ആ സമയത്തെ ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയിട്ടുള്ളത്. ഇങ്ങനെ ശത്രുതാപരമായിട്ടുള്ള രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുകയാണ്. ജനാധിപത്യത്തെ പേടിക്കുന്നവർ ഫാസിസ്റ്റുകളാണെന്നും ഫാസിസ്റ്റുകളായി സെന്റ് ജോൺസ് കോളേജ് മാനേജ്മെന്റ് മാറിയെന്നും ബിനീഷ് കുറ്റപ്പെടുത്തി. പുറത്താക്കിയ വിദ്യാർത്ഥിയെ തിരിച്ചെടുക്കാത്ത പക്ഷം അതിശക്തമായ സമരത്തിന് എസ്എഫ്ഐ തയ്യാറെടുക്കുമെന്നും ബിനീഷ് പറഞ്ഞു. എസ്എഫ്ഐ ഏരിയ സെക്രട്ടറി സഫ്തർ ഹഷ്മിയുടെ അധ്യക്ഷതയിൽ നടന്ന ധർണയിൽ സെന്റ് ജോൺസ് കോളേജ് യൂണിയൻ ചെയർമാൻ പ്രവീൺ ആർ സ്വാഗതം പറഞ്ഞു. ശരിയും ശാസ്ത്രീയവുമായ എസ്എഫ്ഐയുടെ നിലപാടാണ് മാനേജ്മെന്റിനെ ചൊടിപ്പിച്ചിട്ടുള്ളതെന്ന് എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റ് AR അസീം പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ കവർന്നെടുക്കാനാണ് അധ്യാപകരും സഭാ നേതൃത്വവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എസ്എഫ്ഐ ജില്ലാ സെക്രട്ടറി മനീഷ് ആരോപിച്ചു. സിപിഎം ഏരിയ കമ്മിറ്റി അംഗം VS സതീശൻ, ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി M സജ്ജാദ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.